വീടിന്റെ ഉള്ളിൽ നിന്ന് റൂം അടച്ചു വെച്ചിട്ട് യൂസർ ഐ ഡി ആർക്കും തിരിയാത്ത പേര് വെച്ച് ഐ ഡി ഉണ്ടാക്കിയിട്ട് മോശപ്പെട്ട വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന കള്ളന്മാർ കേൾക്കേണ്ടത്, സമൂഹത്തിന്റെ ഉള്ളിൽ ഫിത്നയുണ്ടാക്കാൻ, ഈ സമൂഹത്തിന്റെ മനസ്സുകളിൽ സംശയമുണ്ടാക്കാൻ, ഈ സമൂഹത്തിന്റെ മനസ്സിനെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ ഹറാമിന്റെ ക്ലിപ്പുകൾ ഉണ്ടാക്കി വിടുന്ന പാതിരാ കള്ളന്മാർ കേൾക്കേണ്ട ആയത്താണിത്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശതു ഫില്ലദീന ആമനൂ. സത്യവിശ്വാസികളായ ആളുകളുടെ ഉള്ളിൽ മോശപ്പെട്ടത് പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരെ, ആഗ്രഹിക്കുന്നവരെ, പിന്നെന്താ പ്രചരിപ്പിക്കുന്നവരെ പറ്റി എന്ത് പറയണം? സത്യവിശ്വാസികൾക്കിടയിൽ വേണ്ടാത്തത് പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ. ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ. ഈ ലോകത്തും പരലോകത്തും അവർക്ക് ശിക്ഷയുണ്ട്. വല്ലാഹു യഅലമു. അല്ലാഹുവിനറിയാം ആരാണ് ഐഡി വെച്ച് വിട്ടത് എന്ന്. നാടും പേരും ഊരും തിരിയാത്ത ഐഡികൾ വെച്ച്, റാൻഡം നമ്പറുകൾ വെച്ച് നിനക്ക് ഐഡി ഉണ്ടാക്കി വിട്ടാൽ നീ വിചാരിച്ചുവല്ലേ നിന്നെ ആർക്കും അറിയില്ലെന്ന്. വല്ലാഹു യഅലം. അല്ലാഹുവിനറിയാം. വഅൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല എന്ന് വരും, ആരാണിത് അപ്ലോഡ് ചെയ്ത് വിടുന്നതെന്ന്. അല്ലാഹുവിനറിയാം സഹോദര. ഈമാൻ കയറിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്ന മുഅ്മിനാണെന്ന് വാദിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, മുഅ്മിനീങ്ങൾ ഫിത്നയുണ്ടാക്കണ്ട, മുഅ്മിനീ ഫിത്ന പരത്തണ്ട. ഈ സമൂഹത്തിൽ മോശപ്പെട്ട ചിന്തകൾ ഉണ്ടാക്കുന്നത്, മോശപ്പെട്ട രീതിയിൽ ചിന്തിപ്പിക്കുന്നത് നീ അപ്ലോഡ് ചെയ്യണ്ട. വല്ലാഹു യഅലം. നിന്റെ ഐഡിയും അഡ്രസ്സും അല്ലാഹുവിനറിയാം. വഅൻതും ലാ തഅലമൂൻ. നിങ്ങൾക്കത് അറിഞ്ഞില്ല എന്ന് വരും. നോക്കണം ഈ ആയത്തിന്റെ പ്രസക്തി. ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് തിരിഞ്ഞില്ല എന്ന് വരും. ആരായി വിട്ട ആള് എടുത്തേരനാ? നിന്റെ സ്വന്തം അയലോകത്തേരനായി വിട്ടിട്ടുണ്ടാവുക. പേര് ലണ്ടൻ എന്നാക്കാരവന്റെ പേര്, ലണ്ടൻ 2016 എന്നാക്കാരെ പേര്. ആള് നിന്റെ മുമ്പിൽ കിടക്കുന്ന ആളാ. അള്ളാഹുവിനറിയാം, അള്ളാഹുവിനറിയാം. അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് ഫിത്നയുണ്ടാക്കുന്നത്, എഴുതിവിടുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത്, ആഭാസത്തിന്റെ കഥകൾ എഴുതിവിടുന്നത്, ഒരു പെണ്ണിന്റെ ചാരിത്രം ഹനിക്കുന്നത്, ഒരു മനുഷ്യന്റെ ഇജ്ജത്തിനെ ഹനിക്കുന്നത്, ഒരു മനുഷ്യന്റെ അഭിമാനം ചതിപ്പെടുത്തുന്നത്, മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളെ സംബന്ധിച്ച് പരസ്യപ്പെടുത്തുന്നത്, വ്യഭിചാരത്തിന്റെ കഥകൾ എഴുതിവിടുന്നത്, അനാവശ്യമായ പാട്ടുകൾ അപ്ലോഡ് ചെയ്യുന്നത്, അനാവശ്യമായ വീഡിയോ ക്ലിപ്പുകൾ കൊടുത്തുവിടുന്നത്, വെബ്സൈറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നത്, യൂട്യൂബിൽ നീ അപ്ലോഡ് ചെയ്യുന്നത്, ഫേസ്ബുക്കിൽ നീ പോസ്റ്റ് ചെയ്യുന്നത്. വല്ലാഹു യഅലം. അല്ലാഹുവിനറിയാം. വഅൻതും ലാ തഅലമൂൻ. നിങ്ങൾക്കൊരു പക്ഷേ അറിഞ്ഞില്ല എന്ന് വരും. അവർക്ക് ഈ ദുനിയാവിൽ ശിക്ഷയുണ്ട്. ലഹും അദാബുൻ അലീമുൻ. വേദനാജനകമായ ശിക്ഷയുണ്ട്. അവർക്ക് വരുന്ന അസുഖങ്ങൾ ശിക്ഷയാണ്, അവർക്ക് വരുന്ന ആപത്തുകൾ ശിക്ഷയാണ്, അവർക്ക് വരുന്ന അല്ലാഹു വരുത്തുന്ന അപകടങ്ങൾ അല്ലാഹു തരുന്ന ശിക്ഷകളാണ്. ഫിദ്ദുനിയാ വൽ ആഖിറ. ഇവിടെ നാളെ പരലോകത്തും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രചരണങ്ങൾ വേണ്ട. സത്യവിശ്വാസികളായ പെണ്ണുങ്ങളുടെ ചാരിത്രം ഹനിക്കുന്നത്, വിചാരത്തിലേക്ക് തോന്നിപ്പിക്കുന്ന സംഭാഷണങ്ങൾ പോസ്റ്റ് ചെയ്തു വിടുന്നത്, ആരുടെയെങ്കിലും രഹസ്യങ്ങൾ ചോർത്തുന്നത്, ടെലിഫോൺ കോൺവെർസേഷൻസ്, വാട്സപ്പ് കോൺവെർസേഷൻസ് കട്ട് ചെയ്തെടുത്തിട്ട് പരസ്പരം വ്യഭിചാരത്തിന്റെ വാക്ക് പറയുന്ന, ഇക്കിളിപ്പെടുത്തുന്ന സംസാരങ്ങൾ പോസ്റ്റ് ചെയ്തോ കട്ട് ചെയ്തോ നീ വിട്ടാൽ വല്ലാഹു യഅലം. അല്ലാഹുവിനറിയാം ആരാണ് ഇതെന്ന്. വഅൻതും ലാ തഅലമൂൻ. അത് റിസീവ് ചെയ്ത നിങ്ങൾക്കറിയില്ലായിരിക്കാം. അവർക്ക് ഈ ദുനിയാവിലും നാളെ പരലോകത്തിലും ശിക്ഷയുണ്ട്, വേദനാജനകമായ ശിക്ഷയുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിഷയം ഗൗരവമാണ്. ഒരു തെറ്റ് ചെയ്താൽ മരണം ഖിയാമത്ത് നാൾ വരെ ചെയ്ത തെറ്റിന്റെ ശിക്ഷ കിട്ടുന്ന കാലമാണിത്. ഒരു ഗീബത്തോ നമീമത്തോ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലമാണോ അത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, എത്ര കാലമാണോ ആളുകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, അത്രയും കാലം നിങ്ങൾ ഒരാളെ പറ്റി ഗീബത്ത് പറഞ്ഞ കുറ്റമുണ്ട്, അതിന് തോന്നിവാസം പറഞ്ഞതിന്റെ കുറ്റമുണ്ട്, അനാവശ്യങ്ങൾ പോസ്റ്റ് ചെയ്തതിന്റെ കുറ്റം അതിനില്ലേ. ഖബറിൽ പോയി കടന്നാൽ തീരോ ഇത്? ഖബറിൽ പോയി കടന്നാൽ അവസാനിക്കുമോ ഇത്? 50 കൊല്ലം 500 കൊല്ലമൊക്കെ ഒരു മനുഷ്യൻ എന്നോ പറഞ്ഞു കൊടുത്തത്, എന്നോ പോസ്റ്റ് ചെയ്ത ഏതോ വീഡിയോ ക്ലിപ്പിന്റെ തിന്മകളുടെ കുറ്റം ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നന്മ ഇതിലേറെയാണ്. ഒരാൾ നന്മ ചെയ്താൽ എത്ര കാലം ആ നന്മ നിലനിൽക്കുന്നുണ്ടോ, കേട്ടതിന്മേൽ പിന്നെയും കേൾക്കുന്നത്, കണ്ടത് പിന്നാളുകൾക്ക് പോസ്റ്റ്, പിന്നെയും ഫോർവേഡ് ചെയ്തത്, പിന്നെയും ഫോർവേഡ് ചെയ്തത്, അങ്ങനെ നന്മ എത്തിച്ച് എത്ര പ്രചരണം ചെയ്തോ അതിന്റെ ഒക്കെ കൂലി ആദ്യം പ്രചരിപ്പിച്ചവന് കിട്ടും.
അല്ലാഹ് എന്തൊരു ഖൈറാണ്. അതുകൊണ്ട് ഖൈറിലേക്ക് പോരിൻ, തിന്മക്ക് പോവണ്ട, നന്മയിലേക്ക് എടുത്തോളൂ. അല്ലാഹു ചെയ്ത വലിയ നിഅമത്തുകളാണിത്. നമ്മുടെ കാതുകൊണ്ട് നല്ലത് കേൾക്കിൻ, കണ്ണുകൊണ്ട് നല്ലത് കാണുവിൻ. നല്ലത് കേൾക്കാനും കാണാനും അല്ലാഹു അവസരം തന്നില്ലേ? അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല നമുക്ക് നന്മ തരും. അല്ലാഹു നമുക്ക് നന്മ